നമ്മുടെ ലൈഫിൽ നമ്മളെ കുറിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ധാരണ വേണം. അങ്ങനെ കുറച്ച് ധാരണയോട് കൂടിയിട്ട് നമ്മളെക്കുറിച്ച് കുറച്ച് ധാരണയോട് കൂടിയിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നീഡ്സ് എന്താണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് നിങ്ങളെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ സത്യത്തിൽ എന്താണ് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താലാണ് ഹാപ്പി ആവുക, എന്ത് ചെയ്താലാണ് സേഫ് ആവുക, എന്ത് ചെയ്താലാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ ഓരോ കാര്യത്തിൽ ചെന്ന് പെടുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നത്. അത് പിന്നെ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിലാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് കയറുന്നതിലാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നതിലാണെങ്കിൽ കൂടി നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്, നമ്മുടെ നീഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലാണ് ഞാൻ സെറ്റ് ആവുക, ഈ ഒരു ഫീലിങ്സ് മാറ്റിയിട്ട് ഞാനൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കണം. എന്ത് ചെയ്താലാണ് എൻ്റെ ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും എൻ്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ആ ഒരു വാല്യൂ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കുക, എന്ത് ചെയ്താൽ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയമേ ചിന്തിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ നല്ല രീതിക്ക് പോകത്തുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എനർജി, നമ്മളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ, അതിനൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാവരുടെയും കയറി ചവറ് പോലെ നമ്മളെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കൂടി നിങ്ങൾ എത്രത്തോളം അവിടെ ഒരു ബോണ്ട് സൃഷ്ടിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം അവിടെ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം ഇൻവോൾവ് ആവണം എന്നുള്ളത് നിങ്ങൾ സ്വയമേ ഒന്ന് ആദ്യമേ ചിന്തിക്കുക. നിങ്ങളുടെ ഒരു ഇമോഷണൽ എനർജി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യണം, നിങ്ങൾ ഈ ആവശ്യത്തിന് മതിയോ, അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ആ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം ആവശ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പെരുമാറാനായിട്ട്. നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്ത ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോരോ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ ഒഴിച്ചു നിർത്തിയിട്ടൊരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ പാടെ ഒരു വ്യക്തിയെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ എനർജി കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ? ഈ ഇമോഷണൽ എനർജി കുറയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മുടെ ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആ ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് നമ്മുടെ ഇമോഷണൽ എനർജി കുറയ്ക്കുന്ന രീതിയിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കടന്നു വരാത്ത വിധം നമ്മളൊരു ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യുക. അതാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്കൊക്കെ എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ കംഫർട്ടബിൾ സോൺ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ച് തന്നെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കാം. പക്ഷേ ആ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ചെയ്യാണ്ട് അല്ലെങ്കിൽ മാറി നടക്കാണ്ട് അത് ഓവർകം ചെയ്ത് വരാനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ട്രൈ ചെയ്യാനായിട്ട്. അത് ഓവർകം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മുടെ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് എപ്പോഴും ഹാൻഡിൽ ചെയ്യുക, ഓവർകം ചെയ്യുക. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത്യാവശ്യം ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നല്ലോണം സഹായിക്കും. നമ്മൾക്കൊണ്ട് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഓവർകം ചെയ്ത് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനെ എപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യം തന്നെ. പിന്നെ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ നല്ലോണം ബോധവാന്മാരായിരിക്കണം. നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ചിട്ട് ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, ഓവറായിട്ട് ജഡ്ജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും നിൽക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങൾ എന്താണെന്നുള്ളൊരു ധാരണ നല്ലോണം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് എപ്പോഴും ആലോചിച്ചിരിക്കുക. ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യം, ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ആലോചിച്ച് വെറുതെ ജഡ്ജ് ചെയ്ത് കൂട്ടുക, അതൊക്കെ നമ്മുടെ ഒരു എനർജി കുറയ്ക്കുന്ന പരിപാടിയാണ്. നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നെഗറ്റീവിലോട്ട് മാറ്റുന്ന പരിപാടിയാണ് അങ്ങനെയൊക്കെ. അതൊന്നും ഒരിക്കലും ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക.
പിന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടായിരിക്കും അല്ലേ? ആ ഡെയിലി റുട്ടീനിൽ നമ്മൾ അങ്ങോട്ട് സ്റ്റക്കായി പോവരുത്. എപ്പോഴും ഒരേ കാര്യമേ ചെയ്യൂ എന്നുള്ള വാശിയൊന്നും നമുക്ക് ആർക്കും വേണ്ട. എപ്പോഴും നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വ്യക്തികളായിരിക്കാം, പുതിയ സാഹചര്യങ്ങളായിരിക്കാം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, എന്തോ ആവട്ടെ, നിങ്ങൾ ഡെയിലി റുട്ടീനിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യണം. പുതിയ കാര്യങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കണം. അപ്പോഴാണ് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, നമ്മുടെ ലൈഫിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, നമ്മൾ കുറച്ചും കൂടെ ക്യൂരിയോസിറ്റിയോട് കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ.